ലോകകപ്പ് ഫുട്ബോളിൽ റൗണ്ട് ഓഫ് 32 പുരോഗമിച്ചുകൊണ്ടിരിക്കെ പണികിട്ടി പരിശീലകർ. പ്രാഥമിക റൗണ്ടിൽ തന്നെ പുറത്തായ ചില ടീമുകളുടെ പരിശീലകർക്കെതിരെ രാജ്യത്ത് അന്വേഷണം വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ പ്രമുഖനാണ് ശക്തരായ സൗത്ത് കൊറിയയുടെ പരിശീലകൻ ഹോങ് മ്യൂങ്-പോ. ഏറെ പ്രതീക്ഷകളോടെ വേൾഡ് കപ്പിനെത്തിയ കൊറിയൻ ടീം ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരുന്നു. എ ഗ്രൂപ്പിൽ ഒരു ജയവും 2 തോൽവിയുമായി 3-ാം സ്ഥാനത്തായിരുന്നു ടീം. ഫിഫ റാങ്കിങ്ങിൽ 25-ാം സ്ഥാനത്തായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തായതാണ് കോച്ചിന്റെ സ്ഥാനം തെറിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ പുറത്തായതിനെ തുടർന്ന് സ്കോട്ട്ലൻഡ് പരിശീലകൻ സ്റ്റീവ് ക്ലാർക്കും രാജിവെച്ചു. ബ്രസീലും മൊറോക്കോയും ഉൾപ്പെടുന്ന സി ഗ്രൂപ്പിൽ നിന്ന് 3 പോയിന്റ് മാത്രമാണ് ടീമിന് സ്വന്തമാക്കാൻ സാധിച്ചത്. 2019 മുതൽ ടീമിനൊപ്പമുള്ള ക്ലർക്ക് ടീം പുറത്തായി 1 മണിക്കൂറിനകം രാജിവെക്കുകയാണ് ചെയ്തത്. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ആദ്യം സ്ഥാനം തെറിച്ചത് ടുണീഷ്യൻ പരിശീലകൻ സാബ്രി ലമോച്ചിക്കായിരുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ സ്വീഡനോട് 5 ഗോളുകൾക്ക് പരാജയപ്പെട്ടപ്പോൾ തന്നെ ലമോച്ചിയെ ടീം പുറത്താക്കി. ലോകകപ്പിലെ ഏറ്റവും മോശം പ്രകടനം ടുണീഷ്യയുടേതായിരുന്നു. കളിച്ച 3 മത്സരങ്ങളും തോറ്റു. 2 ഗോളുകൾ മാത്രം അടിച്ചപ്പോൾ വാരിക്കൂട്ടിയത് 12 ഗോളുകളാണ്. ജനുവരിയിൽ ടീമിന്റെ പരിശീലകനായി സ്ഥാനമേറ്റെടുത്ത ലമോച്ചിക്ക് ആകെ 1 ജയം മാത്രമാണ് സ്വന്തമാക്കാനായത്. ഇവരെ കൂടാതെ ഉറുഗ്വയൻ കോച്ച് മാഴ്സലോ ബിയൽസയും ടർക്കിഷ് കോച്ച് വിൻസെല്ലോ മൊണ്ടല്ലയും പുറത്താക്കലിന്റെ വക്കിലാണ്. ഏറെ പ്രതീക്ഷകളുമായി എത്തിയ ഇരു ടീമും ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരുന്നു.